ആർക്കും കൊടുത്തിട്ടില്ല. ഇന്ന് വരുമെന്ന് എനിക്കറിയായിരുന്നു. വാങ്ങിച്ചോളൂ. അല്ല, ഞാൻ വേണ്ട, ഇപ്പൊ ഒന്നും പറയണ്ട. എല്ലാം എനിക്കറിയാം. എന്റെ ഈശോയെ, ഇത് എന്ത് ബാൻഡാണ്? ഇതവിടെവിടൊക്കെ പിടിക്കണല്ല പണ്ടാരം. നീയാണാ? നീ ഇതെപ്പോഴിറങ്ങി? ഇന്ന് രാവിലെ. ഈ താടിയും മീശയൊക്കെ വളർത്തിയ ഒരുമാതിരി പിച്ചക്കാരനെ പോലെ ഉണ്ടല്ല. കാണാൻ നല്ല ശേലാണ് കേട്ടാ. മറ്റവൻ എന്തിയെ? അകത്ത് തന്നെയാണാ? അല്ല, വിട്ടു. ഞങ്ങള് രണ്ടു വഴിക്ക് പിരിഞ്ഞു. ഇത് പണ്ടേ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ല. നീ മുറിയിലോട്ടല്ലേ, ഞാൻ ഉണങ്ങിയ തുണി എടുക്കാൻ പോണേണ്. എന്നിട്ട് വേണേ കളസറായി ഒന്ന് മാറ്റാൻ. ഞാൻ അങ്ങോട്ട് വരണുണ്ട് കേട്ടാ. കത്തുണ്ടായിരുന്നു. ക്ഷമിക്കണം. അമ്മയുടേതാണെന്ന് മനസ്സിലായതുകൊണ്ടാ ഞാനിത് പൊട്ടിച്ചത്. കത്ത് ചാക്കുണ്ണിയുടെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തയക്കണമെന്ന് വിചാരിച്ചതാ. പിന്നെ തോന്നി എന്തിനാ സേതുവിനെ വിഷമിപ്പിക്കുന്നെന്ന്. മാസമായി അമ്മയ്ക്ക് കാശ് അയച്ചിട്ട്. പട്ടിണി കിടന്നിട്ടാണെങ്കിലും ഒരിക്കലും ഞാനത് മുടക്കാത്ത. ഇതാ സേതുവിന്റെ അമ്മയ്ക്ക് അയച്ച മണി ഓർഡറിന്റേതാ. ഒരു മാസം പോലും മുടക്കിയിട്ടില്ല. ഇപ്പൊ തന്നെ ഒരുപാട് പണം ഞാൻ രത്നയ്ക്ക് തരാനുണ്ട്. ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിൽ എനിക്ക് വേണ്ട, ഒന്നും പറയണ്ട. കഴിഞ്ഞ എല്ലാം മറക്കണം. ഇനിയെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചൂടെ? എന്ത് കിട്ടിയാലും മടിക്കരുത്. രത്ന പറഞ്ഞാ ശരി. ഒരു പുതിയ അധ്യായം എന്നൊക്കെ പറയില്ലേ, ഞാൻ ഇനി അതിനു വേണ്ടിയാ ശ്രമിക്കുന്നു. ഇവൻ ഭാര്യമർദ്ദിനിയാണ്. നീ ഇതങ്ങ് പിടിപ്പിച്ചേ. വേണ്ട കൊണ്ടേട്ടാ, മനസ്സിനൊരു സുഖമില്ല. അതിനാണ് ഈ സാധനം, സർവദുഃഖ സംഹാരിണി. എല്ലാ ദുഃഖവും മറക്കാനായിട്ട് കർത്താവ് കണ്ടുപിടിച്ച ആനാമ്പള്ളമാണ് ഇവള്. നീ പിടിപ്പീര്. ഏയ്, എന്തായാലും എനിക്കൊന്നും വേണ്ട. നീ മോങ്ങണ്ടാ, നിനക്ക് നല്ലൊരു ജോലി ശരിയാവും. ജോലിക്ക് വേണ്ടി എവിടെയെങ്കിലും ചെന്നാ കാണിക്കാൻ ഒരു ഡിഗ്രിയോ സർട്ടിഫിക്കറ്റോ വേണ്ടേ? നീ VA വരെ പോയിട്ട് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയില്ലേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ അതൊന്നും കിട്ടില്ല ചാക്കുണ്ണിയേട്ടാ. സർട്ടിഫിക്കറ്റിലൊന്നും ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ പണ്ടായിരുന്നു. നമ്മുടെ പാപ്പച്ച മുതലാളിയില്ലേ, നീയൊക്കെ പഠിച്ചിരുന്ന പോലത്തെ 10 കോളേജുകൾ വിലയ്ക്ക് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 2ാം ക്ലാസ്സും ഡ്രില്ലുമാണ്. പുള്ളിക്കാരന്റെ കയ്യിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു തന്നാ മതിയാ. നീ എന്താടാ പിന്നെ അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ ഇരിക്കണത്? ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുവാന്ന്? അതിന് എവിടെന്ന ചാക്കുണ്ണിയുടെ സർട്ടിഫിക്കറ്റ്? നീ ഇവിടെ ഞാൻ ദേ വന്നു. ഈശോയെ, വീട്ടിൽ ചെന്ന് അമ്മയെ കണ്ടിട്ട് വേണം എസ്റ്റേറ്റിലേക്ക് പോവാൻ. അവിടെ ചെന്ന ഉടനെ ഞാൻ എഴുതാം. പോട്ടെ. ശരി.
ആരാ രത്നമ്മ? ഞാനാ. ഇതാ ഒരു കത്തുണ്ട്. പ്രിയപ്പെട്ട രത്നയ്ക്ക്, എഴുതാൻ വൈകൽ ക്ഷമിക്കണം. ജോലിയിൽ ചേർന്ന് സ്വസ്ഥമായിട്ടാവാം എന്ന് കരുതിയത് കൊണ്ടാണ് താമസിച്ചത്. ചാക്കുണ്ണിയേട്ടന്റെ ബന്ധു വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. ചാക്കുണ്ണിയേട്ടനോട് എന്റെ പ്രത്യേക അന്വേഷണം പറയണം. തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് എനിക്ക് ആ മനുഷ്യനോട്. ആരുടെ എഴുത്താണ്? സേതുവിന്റെയാണ്. പ്രത്യേകം അന്വേഷിച്ചിട്ടുണ്ട്. അതെനിക്കറിയാം. അവൻ സ്നേഹമുള്ളവനാണ് കേട്ടാ. കർത്താവ് എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ അന്യരെ സ്നേഹിച്ച അന്യര് നമ്മളെ സ്നേഹിക്കും. മതി മതി. തന്നെ കാണാൻ എനിക്ക് കൊതിയാവുന്നു. ലീവ് കിട്ടിയാൽ ഉടനെ ഞാനവിടെ എത്തും. കത്ത് ചുരുക്കുന്നു എന്ന് സ്വന്തം ചെയ്തു. മേൽവിലാസം ഒന്നും എഴുതിയിട്ടില്ലല്ലോ. അതെ, ചിലപ്പോഴേ താമസിക്കാൻ ഇടം കിട്ടി കാണൂല, അതുകൊണ്ടായിരിക്കും. ആ, ഏതായാലും പച്ച പിടിച്ചല്ല. ഞാൻ പോയി തുണി തിരുമ്പി വെച്ചും വരാം. എന്റെ ഈശോയെ, എപ്പ തുണി തൊട്ടാലും അപ്പ തുടങ്ങും മഴ. என்ன முருகேஷா சௌக்கியமா? சௌக்கியங்க. என்ன இது வரைக்கும் ட்ரிப் ஒன்றும் போலையா? ஒரு ட்ரிப் போயிட்டுதுங்க. கொஞ்சம் ஸ்பீடு பண்ணீங்க. சரிங்க. വണക്കം സാർ. வணக்கம். ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ആൽബർട്ട്, നമ്മുടെ ജീവൻ ബ്ലോക്കിലെ നോർത്ത് സൈഡ് ഫെൻസിംഗ് മുഴുവൻ വീണെടുക്കുക. അതൊന്ന് റിപ്പയർ ചെയ്യാൻ പറയണമല്ലോ. സാർ, ഞാൻ അവിടെ പോയിരുന്നു. നമ്മുടെ ലേബേഴ്സിനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഞാൻ എന്തോ പറയണമെന്ന് വിചാരിച്ചു. എനിവേ യു കം വിത്ത് മീ. സാർ, ഞാൻ ആ പ്ലാനർ കാർത്തിയന്റെ വീട് വരെ ഒന്ന് പോകണം. നാളെ മോർണിംഗ് ആൽബർട്ട് ബംഗ്ലാവിൽ നിന്ന് വരും. ബാങ്കിൽ മറ്റും പോകേണ്ട ആവശ്യമുണ്ട്. സാർ. ആ മാനേജർ ലീവ് കഴിഞ്ഞ് എന്ന് വരുമോ എന്ന്. സമയായി, വേഗം പോ. நல்ல பிரபையா, நம்ம முதலாளி கூட கார்ல இருந்த அந்த பெண்குட்டியாரு? தெரியாதா சார்? நம்ம முதலாளி அம்மாவோட அண்ணன் பரதம் மேனோன் சார் பொண்ணு. கொஞ்ச நாளா இங்க தான் தங்கி இருக்கு. என்ன விஷயம் சார்? ഒന്നുമില്ല. യെസ്, കൃഷ്ണൻ ഉണ്ണി ഹിയർ. ആഹാ, ഇതെപ്പോ വന്നു? ബംഗ്ലാവിൽ നിന്നാണോ? ആ, ഞാൻ ഇപ്പൊ എത്തിയേക്കാം. കറുപ്പയ്യ, ஐயா, ഡ്രൈവറെ വിട്ട് വണ്ടി എടുക്ക ചൊല്ലു. அவர் വർക്ക്ഷോപ്പിക്ക് പോയിരിക്കാറ്. ജീപ്പിക്ക് ഏതോ റിപ്പയർ ആണ്. എനിക്ക് അത്യാവശ്യം ബംഗ്ലാവിൽ നിന്ന് പോകണമായിരുന്നല്ലോ. എന്താ സാർ? വണ്ടി ഒന്ന് എടുക്കണമായിരുന്നു. ഡ്രൈവർ പുറത്തു പോയിക്കാം. ഞാൻ കൊണ്ടാക്കാം. അത് ആൽബർട്ടിന്. ഓ, ഇറ്റ്സ് എ പ്ലഷർ. പ്ലീസ്. ദെൻ ഓക്കേ. പ്ലീസ് ഡാഡി, ഇനി എന്നെ കുറിച്ച് പറയേണ്ട. ഞാൻ ഇങ്ങനൊക്കെ തന്നെ കഴിഞ്ഞോളൂ. എത്ര കാലമെന്ന് കരുതിയ ഇനിയെങ്കിലും ഡാഡി പറയുന്ന ഒന്ന് കേക്ക്. യേസ് എന്നൊരു ആൻസർ മതി എനിക്ക്. ഐ എം പ്രിപ്പയർഡ് ടു ഡു എവറിത്തിങ്. മാരേജ് കഴിഞ്ഞാൽ ദ വെരി നെക്സ്റ്റ് ഡേ നിനക്ക് അവന്റെ കൂടെ ജർമ്മനിക്ക് പോവാം. പിന്നെ നിന്റെ മൂടൊക്കെ മാറിക്കോളും. എന്താ? ദയവേത് ഇനി എന്നെ നിർബന്ധിക്കരുത്. കഴിയുമെങ്കിൽ ഡാഡി എന്നെ ഇങ്ങോട്ട് വരാതിരിക്കണം. ഡാഡിയുടെ പ്രസൻസാ കഴിഞ്ഞതെല്ലാം എന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. മോളെ, ഞാൻ മായ എന്തു പറഞ്ഞു? അവക്ക് എന്നെ കാണുന്നതാ ഏറ്റവും പ്രയാസമെന്ന്. ഞാൻ എന്താ ചെയ്യുക? സാരമില്ലടോ, താനൊന്ന് വെയിറ്റ് ചെയ്യേ, എല്ലാം ശരിയാവും. ആ, ഞാൻ ഉടൻ തന്നെ ഇറങ്ങാ. ടാക്സി വിടണ്ടായിരുന്നു. അത് കൊള്ളാം. ഉടൻ തന്നെ പോകാനോ? 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി. വേണ്ട, എന്റെ പ്രസൻസ് അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നെങ്കിൽ ഇനി ഞാനായിട്ട് ഏതായാലും നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ,
എനിക്ക് അവളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, വന്നു. താൻ എനിക്കൊരു വണ്ടി അറേഞ്ച് ചെയ്ത, ഇപ്പൊ പോയാ വന്ന ട്രെയിനിൽ തന്നെ മടങ്ങാം. ആ ആൽബർട്ടെ, ആ ആൽബർട്ട്, ഡു മീ എ ഫേവർ. ഇദ്ദേഹത്തെ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടാക്കണം. അതെന്താ സർ? ആൽബർട്ട് നമ്മുടെ സൂപ്പർവൈസറാ. എത്ര കാലമായി ജോയിൻ ചെയ്തിട്ട്? അധികകാലമായില്ല സർ. ഞാൻ നിങ്ങളെ എവിടെയോ മുമ്പ് കണ്ടിട്ടുള്ളത് പോലെ. എവിടെയാ വീട്? ദൂരെയാ, നെന്മാറാന്ന് പറയും. டபுள் ஸ்ட்ராங் ஒரு டீ போடுப்பா. இங்க கோல்டன் வேலி டீ எஸ்டேட் எங்க இருக்கு? ഇവിടുന്ന് 2-3 കിലോമീറ്റർ പോണം. ஆஹா. அங்க நென்மாரா. நென்மாரால இருந்து வந்த ஆல்பர்ட்ன்ற பேர்ல யாராவது இருக்கானா? ആൽബർട്ട്? എന്റെ അറിവിൽ അങ്ങനെ ഒരാളില്ല. ഇനി പുതുതായിട്ട് വന്ന ആളാണ്? ஆமா, புதுசா வந்தவன் தான். 5 லிட்டர் போடுப்பா. ശരി, ஒரு ஃபோன் பண்ணணும். ചെയ്തോളൂ. ஆ. ஹலோ, நான் சலீம் பேசுறேன் சார். அந்த சூப்பர்வைசர் ஆல்பர்ட் இங்க தான் இருக்கான். ஆமா சார், நேரடியா டீசல் போட்டாச்சா? ആ அப்படின்னா ஆயில் கொஞ்சம் செக் பண்ணு. ശരി. நேரடியா கொலை பண்றதா இருந்தா இன்னைக்கே முடிச்சிட்டு நான் வந்துருவேன். ஆனா ஆக்சிடென்ட் மாதிரி இருக்கணுமே. ஆமா சார், நான் மேக்ஸிமம் ட்ரை பண்றேன். கூடிய சீக்கிரம் முடிச்சிட்டு வந்துடுறேன். ഓക്കെ സാർ, അപ്പുറമാ കൂപ്പിടുறேன். ലോൺ അയച്ചു കഴിഞ്ഞു, നാളെ അവിടെ കിട്ടും. യാ, ഡോണ്ട് വറി. ബൈ. എന്താ സാർ വിളിച്ചത്? ആൽബർട്ട്, കുറച്ച് ക്യാഷ് ഉണ്ട് ബാങ്കിൽ അടയ്ക്കാനുണ്ടായിരുന്നു. ഞാൻ ക്യാഷിനോട് പറഞ്ഞിട്ടുണ്ട്, ശരി. വാങ്ങിച്ചോളൂ.